എല്ലാവർക്കും നമസ്കാരം. AWC മൈഗ്രേഷൻ അഥവാ ഗുണഭോക്താക്കളുടെ കുടിയേറ്റം അതല്ലെങ്കിൽ ഗുണഭോക്താക്കളുടെ സ്ഥലം മാറ്റം സംബന്ധിച്ചൊരു വീഡിയോ ആണിത്. അതായത് മറ്റൊരു സെൻറ്ററിൽ നിന്നും ഒരു ഗുണഭോക്താവ് നമ്മുടെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ ചേർക്കേണ്ടത്, അതുപോലെ തന്നെ AWC മൈഗ്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ തരത്തിലുള്ള ഇററുകൾ വരാൻ സാധ്യതയുണ്ട്, അത് എങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. മറ്റൊരു സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താവ് നമ്മുടെ സെൻറ്ററിലേക്ക് സ്ഥലം മാറി വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ AWC മൈഗ്രേഷൻ എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് പോഷൻ ട്രാക്കറിൽ ചേർക്കേണ്ടത്. ഒരു കാരണവശാലും അവരെ ന്യൂ രജിസ്ട്രേഷനായിട്ട് പോഷൻ ട്രാക്കറിൽ ചേർക്കുവാൻ പാടില്ല. സാധാരണയായി എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, മറ്റൊരു പ്രൊജക്റ്റിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റൊരു ജില്ലയിൽ നിന്നൊക്കെ ഒരു ഗുണഭോക്താവ് നമ്മുടെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ AWC മൈഗ്രേഷൻ ചെയ്യാൻ സാധിക്കുമോ, ഇതിനെന്തെങ്കിലും ദൂരപരിധി ഉണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ്, നമ്മുടെ തൊട്ടടുത്ത സെൻറ്ററുകളിൽ നിന്ന് വന്നവരെയും അതുപോലെ തന്നെ മറ്റു സെക്ടറുകളിലെ സെൻറ്ററുകളിൽ നിന്ന് വന്ന ഗുണഭോക്താക്കളെയും അതുപോലെ തന്നെ മറ്റു പ്രൊജക്റ്റുകളിലെ സെൻറ്ററുകളിൽ നിന്ന് വന്ന ഗുണഭോക്താക്കളെയും മറ്റു ജില്ലകളിലെ സെൻറ്ററുകളിൽ നിന്ന് വന്ന ഗുണഭോക്താക്കളെയും മറ്റു സംസ്ഥാനങ്ങളിലെ സെൻറ്ററുകളിൽ നിന്ന് വന്ന ഗുണഭോക്താക്കളെയൊക്കെ നമുക്ക് AWC മൈഗ്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് ഇന്ത്യയിലെ ഏതൊരു സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താവിനെയും അവർ നമ്മുടെ സെൻറ്ററിലേക്ക് സ്ഥലം മാറി വരികയാണെങ്കിൽ AWC മൈഗ്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് AWC മൈഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ സെൻറ്ററിലേക്ക് വന്ന ഗുണഭോക്താവ് മറ്റൊരു സെൻറ്ററിലെ പോഷൻ ട്രാക്കറിൽ ഉണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. അതായത് നിങ്ങളുടെ സെൻറ്ററിലേക്ക് വന്ന ഗുണഭോക്താവ് ഏത് സെൻറ്ററിൽ നിന്നാണോ വന്നത് ആ ഒരു സെൻറ്ററിലെ പോഷൻ ട്രാക്കറിൽ ഈ ഒരു ഗുണഭോക്താവിൻ്റെ പേരുണ്ടോ എന്നോ അതല്ലെങ്കിൽ ഈ ഒരു ഗുണഭോക്താവിനെ ആ സെൻറ്ററിലെ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. അതായത് മറ്റൊരു സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താവിനെയോ അതല്ലെങ്കിൽ ഉള്ള ഗുണഭോക്താവിനെയോ മാത്രമേ നമുക്ക് AWC മൈഗ്രേഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇനി അഥവാ മറ്റൊരു സെൻറ്ററിലെ പോഷൻ ട്രാക്കറിലും ഈ ഒരു ഗുണഭോക്താവ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവരെ AWC മൈഗ്രേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. ന്യൂ രജിസ്ട്രേഷനായിട്ട് രേഖപ്പെടുത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി, ഈ ഒരു ഗുണഭോക്താവിൻ്റെ ആധാറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും വെരിഫൈഡ് ആണോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. അതായത് ഏത് സെൻറ്ററിൽ നിന്നാണോ ഈ ഒരു ഗുണഭോക്താവ് വരുന്നത് ആ ഒരു സെൻറ്ററിലെ പോഷൻ ട്രാക്കറിൽ ഈ ഒരു ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും വെരിഫൈഡ് ആണോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. അങ്ങനെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഗുണഭോക്താവിനെ മാത്രമേ നമുക്ക് AWC മൈഗ്രേഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി വരുന്നൊരു സംശയമാണ്, ഏതൊക്കെ ഗുണഭോക്താക്കളെ AWC മൈഗ്രേഷൻ ചെയ്യാൻ സാധിക്കും എന്നത്. പ്രഗ്നൻ്റ് വുമൺ അഥവാ ഗർഭിണികൾ, ലാക്ടേറ്റ് മദർ അഥവാ പാലൂട്ടുന്ന അമ്മമാർ, അതുപോലെ തന്നെ 0 മുതൽ 6 മാസം വരെയുള്ള കുട്ടികൾ, 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ, അതുപോലെ തന്നെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള എല്ലാ ഗുണഭോക്താക്കളെയും നമുക്ക് AWC മൈഗ്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി, സമയപരിധി സംബന്ധിച്ച കാര്യങ്ങൾ. അതായത് ചില ഗുണഭോക്താക്കൾ നമ്മുടെ ഏരിയയിലേക്ക് വരുന്നത് 1 മാസത്തേക്കോ അതല്ലെങ്കിൽ 2-3 മാസത്തേക്കോ അതുമല്ലെങ്കിൽ 1 അതിലധികമോ വർഷത്തേക്കൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ചില ഗുണഭോക്താക്കൾ 1 മാസത്തിൽ കുറവോ അല്ലെങ്കിൽ ഏതാനും ദിവസത്തേക്കൊക്കെ ആയിരിക്കും നമ്മുടെ ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കളെ AWC മൈഗ്രേഷൻ ചെയ്യണോ അതല്ലെങ്കിൽ AWC മൈഗ്രേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ സമയപരിധി എത്രയാണ് എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങളുണ്ടാകാം. AWC മൈഗ്രേഷൻ ചെയ്യുന്നതിന് ചുരുങ്ങിയ സമയപരിധിയൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും റിയൽ ടൈം മോണിറ്ററിങ്ങിൻ്റെ പ്രാധാന്യത്തെ മുൻനിർത്തിയും അതുപോലെ തന്നെ സമയബന്ധിതമായി സേവനങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകതയെ കണക്കിലെടുത്തും ഈ പറയുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. അതായത് മറ്റൊരു ഏരിയയിൽ നിന്ന് വന്ന ഗുണഭോക്താവ് 15 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ഏരിയയിൽ താമസിക്കുകയാണെങ്കിൽ അവരെ AWC മൈഗ്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടാതെ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഗുണഭോക്താവ് നമ്മുടെ അംഗനവാടി ഏരിയയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ ആ ഒരു ഗുണഭോക്താവിനെ AWC മൈഗ്രേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു ഗുണഭോക്താവ് കൈപ്പറ്റിയ സേവനങ്ങളുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അടുത്തതായി, ഒരു ഗുണഭോക്താവിനെ AWC മൈഗ്രേഷൻ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ, 2 ഗുണഭോക്താവിൻ്റെ പേര്, 3 ഗുണഭോക്താവിൻ്റെ ജനനത്തീയതി, 4 OTP. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗുണഭോക്താവിനെ AWC മൈഗ്രേഷൻ ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ. ഇനി ഇവ ഓരോന്നും എൻട്രി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. മൊബൈൽ നമ്പർ എൻട്രി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
പോഷൻ ട്രാക്കറിലെ അതേ നമ്പർ തന്നെ എൻ്റർ ചെയ്യുക. അതായത് ഈ ഒരു ഗുണഭോക്താവ് ഏത് സെൻറ്ററിൽ നിന്നാണോ വന്നിട്ടുള്ളത് ആ ഒരു സെൻറ്ററിലെ പോഷൻ ട്രാക്കറിൽ ഈ ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ കാണും. ആ ഒരു പ്രൊഫൈലിൽ ഈ ഒരു ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതേ സെയിം മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം AWC മൈഗ്രേഷൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. കൂടാതെ ഈ ഒരു മൊബൈൽ നമ്പർ വെരിഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ എൻ്റർ ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ വർക്കിംഗ് ആണെന്ന് കൂടി ഉറപ്പുവരുത്തണം. അതായത് ഈ ഒരു നമ്പറിലേക്ക് കോള്, SMS എന്നിവ വരുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തണം. കാരണം ഈ ഒരു നമ്പറിലേക്കാണ് OTP വരിക. പേര് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏത് ഗുണഭോക്താവിനെയാണോ മൈഗ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരാണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഗർഭിണിയാണെങ്കിൽ ഗർഭിണിയുടെ പേര്, പാലൂട്ടുന്ന അമ്മയാണെങ്കിൽ പാലൂട്ടുന്ന അമ്മയുടെ പേര്, ഇനി അഥവാ കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ പേരാണ് എൻ്റർ ചെയ്യേണ്ടത്. സാധാരണയായിട്ട് ആധാർ ഇല്ലാത്ത കുട്ടികളെ എൻ്റർ ചെയ്യുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ വരാറ്. അപ്പോൾ നിങ്ങൾ കുട്ടികളെ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ആധാർ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും കുട്ടികളുടെ പേര് തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. പകരം അമ്മമാരുടെ പേര് രേഖപ്പെടുത്താൻ പാടില്ല. അതുപോലെ പേര് രേഖപ്പെടുത്തുമ്പോൾ പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണോ പേര് ഉള്ളത് അതേപോലെ തന്നെ ഇവിടെയും എൻ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു ഗുണഭോക്താവ് ഏത് സെൻറ്ററിൽ നിന്നാണോ വന്നിട്ടുള്ളത് ആ ഒരു സെൻറ്ററിലെ പോഷൻ ട്രാക്കറിൽ ഈ ഒരു ഗുണഭോക്താവിൻ്റെ പേര് കാണും. അപ്പോൾ അതിൽ എങ്ങനെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ AWC മൈഗ്രേഷൻ ചെയ്യുന്ന സമയത്തും ഈ ഒരു ഗുണഭോക്താവിൻ്റെ പേര് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു ഗുണഭോക്താവ് മുഖാന്തരമോ അതല്ലെങ്കിൽ ആ ഒരു ടീച്ചറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടോ ഈ ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് വാങ്ങിയാൽ മതി. ആ ഒരു സ്ക്രീൻഷോട്ട് നോക്കി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റുകൂടാണ്ട് കൃത്യമായിട്ട് പേര് രേഖപ്പെടുത്താൻ കഴിയും. പേര് എൻ്റർ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തെറ്റുകൾ സംഭവിക്കാറ്. അപ്പോൾ പേരിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. ഇതിൽ ഒന്നാമത്തെ പേര് കാണാം, റസീന എന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ഫസ്റ്റത്തെ അക്ഷരം വലിയക്ഷരവും ബാക്കിയുള്ളവ ചെറിയക്ഷരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പേര് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ അക്ഷരം വലിയക്ഷരമായിട്ടും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറിയക്ഷരമായിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പേര് അജിഷ ടി. അപ്പോൾ ഈ ഒരു പേരിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫസ്റ്റത്തെ അക്ഷരം വലിയക്ഷരവും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറിയക്ഷരവും, അതുപോലെ തന്നെ പേര് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഇനീഷ്യൽ കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേര് രേഖപ്പെടുത്തുമ്പോൾ ഫസ്റ്റത്തെ അക്ഷരം വലിയക്ഷരമായും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറിയക്ഷരമായും, അതുപോലെ തന്നെ പേര് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഇനീഷ്യൽ വലിയക്ഷരമാണെങ്കിൽ വലിയക്ഷരത്തിലും ചെറിയക്ഷരമാണെങ്കിൽ ചെറിയക്ഷരത്തിലും തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ പേര് മുബഷിറ PT എന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ അക്ഷരങ്ങളും അതുപോലെ തന്നെ ഇനീഷ്യലും വലിയക്ഷരത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേര് രേഖപ്പെടുത്തുമ്പോൾ എല്ലാ അക്ഷരങ്ങളും വലിയക്ഷരത്തിലും, അതുപോലെ തന്നെ പേര് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് ആ ഒരു ഇനീഷ്യലുകളും അതുപോലെ തന്നെ ഇനീഷ്യലിൻ്റെ ഇടയിലുള്ള സ്പേസുകളും കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, അതുപോലെ തന്നെ പേര് ഇട്ടിട്ടുള്ള കുട്ടികൾ, ഇവരുടെയൊക്കെ പേര് രേഖപ്പെടുത്തുമ്പോൾ ഈ രീതിയിലാണ് രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ പേരില്ലാത്ത അതല്ലെങ്കിൽ പേരിട്ടിട്ടില്ലാത്ത നവജാത ശിശുക്കളെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അമ്മയുടെ പേരിൻ്റെ കൂടെ ബേബി ഓഫ് എന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ബേബി എന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ബോയ് ഓഫ് എന്ന് പറഞ്ഞിട്ടോ ഗേൾ ഓഫ് എന്ന് പറഞ്ഞിട്ടോ ബി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള പേരുകൾ രേഖപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഉദാഹരണം നോക്കാം, ബേബി അഖില എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ബേബിയിലെ ബി വലിയക്ഷരം, ഫസ്റ്റത്തെ ആ ഒരു അക്ഷരം വലുതും ബാക്കിയുള്ളത് ചെറിയക്ഷരം, അതുപോലെ തന്നെ അഖില എന്നതിലെ A വലിയക്ഷരം ബാക്കിയുള്ളവ ചെറിയക്ഷരമാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പേരുകൾ രേഖപ്പെടുത്തുമ്പോൾ അതേ രീതിയിൽ തന്നെ വലിയക്ഷരങ്ങൾ വലിയക്ഷരമായിട്ടും ചെറിയക്ഷരങ്ങൾ ചെറിയക്ഷരമായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള സ്പേസുകൾ എത്ര എണ്ണമാണോ ഉള്ളത് അത് അതേപോലെ തന്നെ രേഖപ്പെടുത്തുക. ഇനി ഇടയിൽ ഓഫ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓഫും അതേപോലെ തന്നെ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിലെ രണ്ടാമത്തെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, അതിൻ്റെ രണ്ട് പേരിൻ്റെയും ഇടയിൽ ബേബിയുടെയും അതുപോലെ തന്നെ ആ പേരിൻ്റെ ഇടയിൽ 2 സ്പേസുകൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസുകൾ 2 ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ആയിട്ട് തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പേര് രേഖപ്പെടുത്തുമ്പോൾ പേരിലെ വലിയക്ഷരങ്ങൾ വലിയക്ഷരങ്ങളായും ചെറിയക്ഷരങ്ങൾ ചെറിയക്ഷരങ്ങളായും അതുപോലെ തന്നെ 2 പേരുകളുണ്ടെങ്കിൽ പേരുകൾക്കിടയിലുള്ള സ്പേസുകൾ കൃത്യമായിട്ടും അതുപോലെ തന്നെ പേരുകൾക്ക് ശേഷം ഇനീഷ്യലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പേരുകൾക്കും ഇനീഷ്യലുകൾക്കും ഇടയിലുള്ള സ്പേസും അതുപോലെ തന്നെ ഇനീഷ്യലുകളും കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജനനത്തീയതി എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ:
ഏത് ഗുണഭോക്താവിനെയാണോ AWC മൈഗ്രേഷൻ ചെയ്യുന്നത് ആ ഒരു ഗുണഭോക്താവിൻ്റെ ജനന തീയതിയാണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഗർഭിണിയെയാണെങ്കിൽ ഗർഭിണിയുടെ, പാലൂട്ടുന്ന അമ്മയെയാണെങ്കിൽ പാലൂട്ടുന്ന അമ്മയുടെ, കുട്ടിയെയാണെങ്കിൽ കുട്ടിയുടെ ജനനത്തീയതിയാണ് രേഖപ്പെടുത്തേണ്ടത്. മുമ്പ് പേരിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ആധാർ ഇല്ലാത്ത കുട്ടികളെ AWC മൈഗ്രേഷൻ ചെയ്യുമ്പോൾ അമ്മയുടെ ജനനത്തീയതിയാണോ കുട്ടിയുടെ ജനനത്തീയതിയാണോ രേഖപ്പെടുത്തേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ആധാർ ഉള്ള കുട്ടിയാണെങ്കിലും ആധാർ ഇല്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിലും കുട്ടികളെ AWC മൈഗ്രേഷൻ ചെയ്യുമ്പോൾ കുട്ടികളുടെ ജനനത്തീയതി തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജനനത്തീയതി രേഖപ്പെടുത്തുമ്പോൾ പോഷൻ ട്രാക്കറിൽ ഉള്ളതുപോലെ തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഏത് സെൻറ്ററിൽ നിന്നാണോ ഈ ഒരു ഗുണഭോക്താവ് വരുന്നത് ആ ഒരു സെൻറ്ററിലെ പോഷൻ ട്രാക്കറിൽ ഈ ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ ഏത് ജനനത്തീയതിയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേ സെയിം ജനനത്തീയതി തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടീച്ചർ മുഖാന്തരം സ്ക്രീൻഷോട്ട് വാങ്ങി അതിൽ നോക്കി എൻ്റർ ചെയ്യാവുന്നതാണ്. OTP എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗുണഭോക്താവിൻ്റെ ഫോൺ നമ്പറിലേക്കാണ് OTP വരിക. അതായത് AWC മൈഗ്രേഷൻ്റെ സമയത്ത് നമ്മളൊരു മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കും. ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് OTP വരിക. അതൊരു 4 അക്ക നമ്പർ ആയിരിക്കും. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു OTP എൻ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഒരു OTP എക്സ്പയർ ആയി പോകും. അതുപോലെ തന്നെ ഒരു OTP നമ്പർ നമുക്ക് ഒറ്റ തവണ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് മുമ്പ് ഉപയോഗിച്ചതോ അതല്ലെങ്കിൽ പഴയതോ അതല്ലെങ്കിൽ ഈ ഒരു 5 മിനിറ്റ് സമയദൈർഘ്യം കഴിഞ്ഞതോ ആയിട്ടുള്ള ഒരു OTP ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാലോ AWC മൈഗ്രേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ OTP എൻ്റർ ചെയ്യുമ്പോൾ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കൃത്യമായിട്ട് തെറ്റുകൂടാതെ OTP എൻ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. AWC മൈഗ്രേഷൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗുണഭോക്താവ് ഏത് സെൻറ്ററിൽ നിന്നാണോ വന്നിട്ടുള്ളത് ആ ഒരു സെൻറ്ററിലെ പോഷൻ ട്രാക്കറിൽ ഈ ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് വാങ്ങിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ക്രീൻഷോട്ട് ഒന്ന് ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ടാണ്. അത് ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈലിൻ്റെ ഭാഗം കാണും, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗുണഭോക്താവിൻ്റെ ആധാറും മൊബൈലും വെരിഫൈഡ് ആണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. അതായത് മൊബൈലിൻ്റെയും ആധാറിൻ്റെ നേരെ ആ ഒരു 2 പച്ച ടിക്കുകൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു മൊബൈലും ആധാറും വെരിഫൈഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അഥവാ ആ ഒരു പച്ച ടിക്കുകൾ കാണുന്നില്ല എങ്കിൽ മൊബൈലും ആധാറും വെരിഫൈഡ് അല്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഗുണഭോക്താവിൻ്റെ അപ്ഡേറ്റ് പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് ആവശ്യമായിട്ട് വരിക. അതിനായിട്ട് ഒരു ഗുണഭോക്താവിൻ്റെ പേരിൻ്റെ നേരെയുള്ള 3 കുത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നൊരു ഭാഗം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഭാഗം കാണും. അതായത് ഗുണഭോക്താവിൻ്റെ പേരും മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടങ്ങിയ ഭാഗത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് ഇവിടെ നിന്നും എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ടുകൾ നോക്കിയിട്ട് പേരും ജനനത്തീയതിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും തെറ്റുകൂടാണ്ട് എൻ്റർ ചെയ്യാൻ സാധിക്കും. അടുത്തതായി ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് ഗുണഭോക്താവ് പോകുന്ന സെൻറ്ററിലെ അല്ലെങ്കിൽ പോയ സെൻറ്ററിലെ ടീച്ചർമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നത് സംബന്ധിച്ചും അതുപോലെ തന്നെ ഗുണഭോക്താവ് വന്ന സെൻറ്ററിലെ ടീച്ചർമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് എന്നത് സംബന്ധിച്ച്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു ചിത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സെൻറ്റർ നമ്പർ 81 നിന്നും ഒരു ഗുണഭോക്താവ് സെൻറ്റർ നമ്പർ 39 പോയി. അതായത് സെൻറ്റർ നമ്പർ 81 നിന്നാണ് ഗുണഭോക്താവ് പോയിട്ടുള്ളത്. സെൻറ്റർ നമ്പർ 39 ഗുണഭോക്താവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പോയ സെൻറ്റർ നമ്പർ 81, വന്ന സെൻറ്റർ നമ്പർ 39. ഇനി പോയ സെൻറ്ററിലെ ടീച്ചർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന കാര്യം നോക്കാം. ഒന്ന്, ഈ ഒരു ഗുണഭോക്താവിൻ്റെ ആധാർ, മൊബൈൽ എന്നിവ വെരിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി അഥവാ വെരിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വെരിഫൈ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ഈ ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ചെയ്യാൻ പാടില്ലാത്തത് മൈഗ്രേറ്റ് ഔട്ട് ചെയ്യരുത്. അതായത് നമ്മുടെ ഏരിയയിൽ നിന്നും ഒരു ഗുണഭോക്താവ് മറ്റൊരു സെൻറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്യരുത്. അങ്ങനെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചർക്ക് ആ ഒരു ഗുണഭോക്താവിനെ AWC മൈഗ്രേഷൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു ഗുണഭോക്താവിനെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടീച്ചർ ഈ ഒരു ഗുണഭോക്താവിനെ AWC മൈഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഇവിടെ ഈ ഒരു ഗുണഭോക്താവിനെ മൈഗ്രേറ്റ് ഇൻ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു ഗുണഭോക്താവ് മറ്റൊരു സെൻറ്ററിലേക്ക് സ്ഥലം മാറിപ്പോകുമ്പോൾ ആ ഒരു ഗുണഭോക്താവിനെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്യുകയോ ഡീആക്ടിവേറ്റ് ചെയ്യുകയോ വേണ്ട. അവിടുത്തെ സെൻറ്ററിലെ ടീച്ചർ ഈ ഒരു ഗുണഭോക്താവിനെ AWC മൈഗ്രേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ നിന്നും അവിടുത്തെ ടീച്ചറുടെ പോഷൻ ട്രാക്കറിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങളുടെ പോഷൻ ട്രാക്കറിലെ രജിസ്റ്ററിൽ ഈ ഒരു ഗുണഭോക്താവിനെ കാണുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക.
ഏത് സെന്ററിൽ നിന്നാണോ ഗുണഭോക്താവ് പോയിട്ടുള്ളത് ആ ഒരു സെന്ററിൽ ടീച്ചർ അയച്ചു കൊടുക്കേണ്ട സ്ക്രീൻഷോട്ടുകൾ ഇവയാണ്. ഒന്ന്, പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ട്. അത് ഈ ഒരു ഗുണഭോക്താവിന്റെ പേരിൽ തൊട്ട് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതുവഴി ഈ ഒരു ഗുണഭോക്താവിന്റെ മൊബൈലും ആധാർ വെരിഫൈഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട്, പ്രൊഫൈൽ അപ്ഡേറ്റിന്റെ സ്ക്രീൻഷോട്ടാണ്. ഗുണഭോക്താവിന്റെ പേരിന്റെ നേരെയുള്ള 3 കുത്തിൽ തൊട്ട് പ്രൊഫൈൽ അപ്ഡേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഗുണഭോക്താവിന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇനി വന്ന സെന്ററിലെ ടീച്ചർ ചെയ്യേണ്ട കാര്യങ്ങൾ, AWC മൈഗ്രേഷൻ എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ഒരു ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കറിൽ ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യം, പുതിയ ഗുണഭോക്താവായിട്ട് ചേർക്കരുത്, അഥവാ ന്യൂ രജിസ്ട്രേഷനായിട്ട് എൻട്രി ചെയ്യരുത്. അതായത് മറ്റൊരു സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഗുണഭോക്താവിനെ, അതല്ലെങ്കിൽ മറ്റൊരു സെന്ററിലെ പോഷൻ ട്രാക്കറിലുള്ള ഒരു ഗുണഭോക്താവിനെ ഒരു കാരണവശാലും നമ്മുടെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോഷൻ ട്രാക്കറിൽ ആ ഒരു ഗുണഭോക്താവിനെ ന്യൂ രജിസ്ട്രേഷനായിട്ട് എൻട്രി ചെയ്യരുത്. AWC മൈഗ്രേഷൻ എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് എൻട്രി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് AWC മൈഗ്രേഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി AWC മൈഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പുകളെ കുറിച്ച് അറിയുന്നതിനായിട്ട് ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് കാണുക. വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് കാണുന്നതിനായിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.